ఎత్తుക ఎన్నుള്ളതാണ് పుష్పയുടെ పాలసీ. పుష్ప అంటే ఫ్లవర్ అనుకుంటేనా? ఫ్లవర్ కాదు, అస్సలు తగ్గేద్దല്ല. പേരാണ്. വളരെ ആ ഡയലോഗ് ഒന്ന് പറയൂ. പിന്നെ വളരെ നന്നായിട്ടുണ്ട് പടം, ഗംഭീരമായിട്ടുണ്ട്, അസലായിട്ടുണ്ട്. കണ്ടാണ്, പക്ഷെ സിനിമ ഒരുമിച്ച് കാണുന്നത് ഇപ്പോഴാണ്. സിനിമ കാണുന്നത്. ഗംഭീരമായിട്ടുണ്ട്. ആരായിരുന്നു സ്കോർ ചെയ്തത്? ഫഹദാണോ? അതിന് ഭയങ്കര ആർപ്പുവിളിയും ഒക്കെ ആയിരുന്നു. അല്ല, രണ്ടുപേരും അസലായിട്ടുണ്ട്. ഡബ് ചെയ്തപ്പോഴേ കണ്ടതാണ്, പക്ഷെ ഒരുമിച്ച് കാണുമ്പോൾ കുറെ കൂടെ ഭയങ്കര സന്തോഷമുണ്ട്. പാട്ടുകളും ഒക്കെ, പിന്നെ ഓരോ സീനിനും ആൾക്കാർ ഭയങ്കര ഫുൾ ഫാൻസാണ് കേട്ടിട്ടുള്ളത്. ഭയങ്കര ആർപ്പുവിളിയും ഒക്കെ. പ്രൊമോഷൻ ടൈമിൽ പറഞ്ഞത് രശ്മി പടം കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ചേട്ടനല്ല, രശ്മിയൊക്കെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ട്. എല്ലാം ഭയങ്കര. സുകുമാർ സാറിന്റെ ഡയറക്ഷനാണ് ഏറ്റവും രസകരമായിട്ട് തോന്നിയത്. ഭയങ്കര അടിപൊളിയാണ്. പുഷ്പ3 ഉണ്ടോ? പുഷ്പ3 അവർ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. എനിക്കും അത്രേ അറിയുള്ളൂ. ഇതിലൊന്നും കാണിച്ചില്ല. ഇല്ല, ഇതിൽ കാണിച്ചിട്ടില്ല. നിങ്ങൾ പടം കാണും, അപ്പോൾ ഞാൻ കൂടുതൽ സ്പോയിലേഴ്സ് പറയുന്നില്ല. ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് കൊണ്ടുപോട്ടെ, നമ്മളെല്ലാം വർക്ക് ചെയ്ത പടമല്ലേ, കൊണ്ടുപോട്ടെ. ഹലോ, നമസ്കാരം. ഫുൾ വേഷത്തിലുണ്ടല്ലോ ഇവിടെ. എനിക്കർഹതപ്പെട്ട കാശ് അത് കാലണയോ അരയണയോ ആണെങ്കിലും അത് കിട്ടാൻ വേണ്ടി 7 കടലും 7 മലയും കടിക്കേണ്ടി വന്നാലും അവിടെ ఎత్తుക ఎన్నుള്ളതാണ് పుష్పയുടെ పాలసీ. పుష్ప అంటే ఫ్లవర్ అనుకుంటేనా? ఫ్లవర్ కాదు, వైల్డ్ ఫైర్. పుష్ప నేషనల్ ఆണെന്ന് കാര്യം, ഇന്റർനാഷണൽ. അസല് തగ్గേద్దല്ല. പുഷ്പ ഒരു പേരാണെന്ന് കരുതിയോ? ഒരു ബ്രാൻഡാണ്. അടിപൊളി. അടിപൊളി. അത് ശരി, അടിപൊളി. പടം കണ്ടോ? പടം കണ്ടിട്ടില്ല, ലേറ്റ് ആയിട്ടാണ് എത്തിയത്. നിങ്ങളും കണ്ടിട്ടില്ലോ അല്ലേ? ഞാനും ആദ്യമായിട്ട് 4 മണിയുടെ ഷോക്ക് വരുന്നത്. തിയേറ്ററിൽ എങ്ങനെയാണ് ആരവം? തിയേറ്ററിനകത്ത് ഭയങ്കര ഓളമാണ്. ഓരോ സീനും കൈയടിയും മാർബോളിയും ഒക്കെയാണ്. നമ്മൾ ഡബിങ് തിയേറ്ററിൽ കണ്ടതിനേക്കാൾ കൂടുതൽ എഫക്റ്റിലാണ് തിയേറ്ററിൽ വന്നിരിക്കുന്നത്. പാട്ടും ഫൈറ്റും എല്ലാം, കൊറിയോഗ്രാഫിയും ഇമോഷൻസും ഒക്കെ നന്നായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നു. എന്തോ ആ സ്പോയിലേഴ്സ് ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ പടം കാണും. അതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ അന്ന് ഡബിങ് കഴിഞ്ഞപ്പോഴേ പറഞ്ഞാണ്, അസലായിട്ടുണ്ട്. അത് നമ്മുടെ അഭിമാനമാണ്, ചങ്കാണ്. അയ്യോ ഒന്നുമില്ല. പുഷ്പ എന്നാൽ വൈൽഡ് ഫയർ ആവട്ടെ, ഇന്റർനാഷണൽ ആവട്ടെ, അല്ലേ? താങ്ക് യു സോ മച്ച്. ഞാൻ പയ്യെ ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ട് ബാക്കി അഭിപ്രായം ശ്രദ്ധിക്കും. ഓക്കെ, ബൈ. താങ്ക് യു. ശരി ശരി. സാർ, അടുത്ത ഡയറക്ഷൻ തലവൻ 2 ആണോ? തലവൻ 2 ആയിരിക്കും. അടുത്ത ഡയറക്ഷൻ തലവൻ 2 ആണ്. ഓക്കെ, താങ്ക് യു സാർ. പടം കാണുക, ഡബ് ചെയ്യാണ്. സോ ഇതാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഏതാണെന്ന് ചോദിച്ചാൽ പുഷ്പ 2-ലാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്. ഏറ്റവും സട്ടിലായിട്ട് ബിഹേവ് ചെയ്തിരിക്കുന്നതും ഈ സിനിമയിലാണ്. എല്ലാ ലാംഗ്വേജിലുള്ള ആളുകൾക്കും ആസ്വദിക്കുന്ന രീതി തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് അതിനകത്ത് സുകുമാർ സാറിനെയാണ് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഡബിങ് തിയേറ്ററിൽ കാണുമ്പോൾ വർക്ക് ആകുമെന്ന് സംശയം ഉണ്ടായിരുന്ന സീനുകളൊക്കെ ഉണ്ട്. അത് ആൾക്കാർ അത്തരം സീനുകൾ തുടങ്ങുമ്പോഴേ കൈയടിക്കുകയും കറക്റ്റ് ഒരു ഓഡിയൻസിൻ്റെ പൾസ് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഡയറക്ടർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറേ അധികം സീൻസ് ഈ സിനിമയിലുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് ബാക്കി നിങ്ങൾ പറയും. താങ്ക് യു.